അവളുടെ അച്ഛനമ്മമാരെ ഇറ്റലിയിലാ ജോലി ചെയ്യുന്നത്. പ്രായമായ ഒരു മുത്തശ്ശിയാ ഇവിടെ അവൾക്ക് ലോക്കൽ ഗാർഡിയൻ. ബ്ലഡ് കൊടുക്കാനും സ്കാൻ റിപ്പോർട്ട് വാങ്ങാനും ഒക്കെ ഞങ്ങൾ കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജേച്ചി. അതിനിടയില് ആണും പെണ്ണൊന്നും നോക്കിയില്ല. ഇനി പേടിക്കാനൊന്നുമില്ലാന്ന് ഡോക്ടറുടെ നാവിന്നൊരു വാക്ക് വീണപ്പോ സമയം 6:30 അത് കഴിഞ്ഞാ ഞങ്ങളെല്ലാം പിരിഞ്ഞ്. നേരെ ഇരുട്ടിയതുകൊണ്ട് ടൗണിൽ ഒറ്റയ്ക്ക് ബസ് കാത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞ് മനു എനിക്കൊരു ലിഫ്റ്റ് തന്നു. അതാണ് ഇവിടെ ഇപ്പൊ കുറ്റമായത്. മോൾക്ക് ആ കാര്യം ഒന്ന് വിളിച്ചു പറയാറുന്നില്ലേ? മൊബൈൽ ഓഫായി പോയത് ഇതിനിടയിൽ ശ്രദ്ധിച്ചില്ല രാജേച്ചി. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച് ടെൻഷനിലായിരുന്നു ഞങ്ങള്. ഇറങ്ങാൻ നേരത്താ പിന്നെ മൊബൈൽ എടുത്ത് നോക്കുന്ന. പിന്നെന്തിനാ വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ച് പറയുന്നെന്ന് വിചാരിച്ചു. 10-20 മിനിറ്റ് ഞാനിങ്ങെത്തില്ലേ. പോട്ടെ വീട്ടേക്ക്. അമ്മയുടെ ആദ്യം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്. ശാരദാമ്മേ, ആരുടെയെങ്കിലും കയ്യിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കിട്ടിയ നാട്ടില് ചീത്തപ്പേരുണ്ടാകുമല്ലോ എന്ന് കരുതി നമ്മൾ ജീവിച്ച കാലമൊന്നും അല്ല ഇത്. പുതിയ ഫാഷനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എന്നെ ഒന്ന് കാണുന്നും പറഞ്ഞ് പെൺകുട്ടികൾ ഇന്റർനെറ്റിൽ പോസ്റ്റ് ഇടുന്ന കാലമാ. ബന്ധങ്ങളിലും അതുപോലുള്ള മാറ്റങ്ങൾ വന്നു. പെണ്ണിനും ആണിനെ കണ്ട പേടിയൊന്നും ഇല്ലിപ്പോ. ആണെന്നും പെണ്ണെന്നുള്ള വേർതിരിവൊന്നും ഇല്ലാതെ കൂട്ടുകാർക്ക് വേണ്ടി ചാകാൻ പോലും തയ്യാറാകും ഇപ്പോഴത്തെ കുട്ടികള്. നമ്മുടെയൊക്കെ മനസ്സിനല്ലേ ഇനി മാറ്റം വരേണ്ടത്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ ശാരദാമ്മേ. നിന്റെ നാവിന്നെങ്ങാനും അമ്മ ഇത് അറിഞ്ഞാ പിന്നെ എന്റെ പേരിൽ ഒരു കേസ് കൂടിയാവും. നിന്നെ കൊന്നതിന്. ഉണ്ട്. മോളെ മോളെ വിഷ്ണുവിന് അവിടെ കണ്ടു. ഈ രാത്രി അവൻ അവിടെ എങ്ങനെ കഴിച്ചു കൂട്ടുമോ എന്തോ. ഇവളുടെ കൂടെ ഒരു റൂമിൽ കഴിയുന്നതിലും ഭേദം വിഷ്ണുവേട്ടൻ ലോക്കപ്പിൽ തന്നെ കിടക്കുന്നതാ. നാളെ തന്നെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കാച്ച. രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മകൻ ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടക്കുക എന്ന് പറഞ്ഞ ആ സിയുടെ പകയാച്ച എല്ലാത്തിനും കാരണം. അച്ഛന് വയ്യാതായി പോയില്ലേ? അല്ലെങ്കിൽ അച്ഛൻ വിഷമിക്കണ്ട. നാളെ അർജുനേട്ടൻ വിഷ്ണുവേട്ടനെ ജാമ്യത്തിൽ ഇറക്കും. അർജുനോ? അവന്റെ അമ്മയ്ക്കെതിരെ അവൻ? അർജുനേട്ടന് സത്യങ്ങളെല്ലാം അറിയാലോ അച്ഛാ. അതത്ര ശരിയല്ലല്ലോ. ഇതിനൊരു മറുപണി കൊടുക്കണം. അച്ഛൻ കഴിച്ചതാണോ? എനിക്ക് വിശപ്പില്ല മോളെ. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാച്ചാ, കുറച്ചെങ്കിലും കഴിക്കും. മോളെ വേണ്ട. അവൻ എന്റെ മോനെ ലോക്കപ്പിന്റെ തണുത്ത തലയിൽ കിടക്കുമ്പോ ഭക്ഷണം ഉറക്കമൊക്കെ ഇനി അവൻ തിരിച്ചു വന്നതിന് ശേഷം മാത്രം മതി മോളെ.
വേഗം എന്താണെന്ന് അവൻ അറിയും. അതിന് അവൻ തന്നെ വേണമെന്നില്ല. നിന്നെ ആര് കെട്ടിയാലും അതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ആന്റി എന്തിനാ എപ്പോഴും എന്നെ ശത്രുസ്ഥാനത്ത് കാണുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ആന്റിക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് എന്തുമാത്രം വിവരങ്ങളാ ചോർത്ത് തരുന്നേ. ഓരോ കാര്യങ്ങള് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുന്നില്ലേ? ശത്രുപാളയത്തിൽ ഒരാളുള്ളത് നല്ലതല്ലേ ആന്റി? അതിനൊക്കെ കൂടി നീ എന്തെങ്കിലും മൊത്തത്തിലൊരു വിലയിടുമെന്ന് എനിക്ക് അറിയാം. ദേ കണ്ടോ, ആന്റിക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ല. കഷ്ടമുണ്ട് കേട്ടോ ആന്റി. ശരി, ഞാൻ വെച്ചേക്കുവാ. കൂടുതൽ സംസാരിക്കണം എന്നില്ല. നീ വിളിച്ചത് എന്തിനാണെന്ന് കൂടി പറ. വെറുതെ വിളിക്കില്ലല്ലോ നീ. ആന്റി എന്നെ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ആന്റി വിശ്വസിക്കുന്നവര് പിന്നീന്ന് കുത്തുവെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. അതാര്? ജോലിയുടെ ഒരു ഭാഗമാണെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. എന്നാലും സ്വന്തം അമ്മയുടെ തല തല്ലി പൊളിച്ചവനെ ഒരു വക്കീല് ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്താ നീ പറഞ്ഞത്? അതെ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്ര വിഷ്ണുവേട്ടൻ ആന്റി പറഞ്ഞതുപോലെ അഴി എണ്ണി കിടക്കുന്നത്. നാളെ വിഷ്ണുവേട്ടനെ ജാമ്യത്തിൽ ഇറക്കാമെന്ന് ശാലിനിക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് ആരാണെന്നറിയോ? ആന്റിയുടെ മകൻ അർജുൻ. അവനെ ഞാൻ വെറുതെ എടുത്തു ചാടല്ലേ ആന്റി. ഇപ്പൊ തന്നെ അർജുനെ വിളിച്ചു ചോദിച്ചാ അവര് വേറെ വക്കീലിനെ ഏർപ്പാടാക്കും. പ്രതികരിക്കേണ്ട സമയം ഇതല്ല. കൊടുക്കേണ്ട മറുപടിയും വേറെയാ. ബ്രഹ്മാസ്ത്രം കയ്യിലുള്ളപ്പോഴാ ആന്റി കമ്പ് ചെത്തി കൂർപ്പിച്ച് അമ്പുകൊണ്ട് കളിച്ചോണ്ടിരിക്കുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇതുകൊണ്ട് നിനക്കെന്താടി ലാഭം? അതായത് ആന്റിയുടെ പക്ഷത്ത് നിൽക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. എങ്കി നീ വെച്ചോ. ബാക്കി സീൻ ഇനി നാളെ പോലീസ് സ്റ്റേഷനിൽ. ശരി ആന്റി. എലിക്ക് വെച്ച കെണിയില് പുലി കുടുങ്ങിന്ന് പറഞ്ഞതുപോലെ ഇതിൽ പെടാൻ പോകുന്നത് നിങ്ങളാ സത്യഭാമേ. പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇതുകൂടി ആയാലേ ശാലിനിക്കെതിരെ നിങ്ങൾ പൂർണ്ണമായി തിരിയും. അതും വിഷ്ണു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതിക്കൊരു സംശയം ജനിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന പക്ഷം മാത്രം. അർജുനേട്ടാ, അത് ബുദ്ധിമുട്ടാവില്ലേ? നമുക്ക് ശ്രമിച്ചു നോക്കാം ശാലിനി. പ്രശ്നം ഇയാൾ വിഷ്ണുവിനെ എപ്പോ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ്. ഇനിയും 24 മണിക്കൂർ സമയം കിട്ടുമല്ലോ അയാൾക്ക്. വിഷ്ണുവായുള്ള മൊത്തം കണക്ക് സെറ്റിൽ ചെയ്തിട്ടേ അവനെ സഹദേവൻ ഈ ലോക്കപ്പിൽ നിന്ന് ഇറക്കും. അതുപോലൊരു കുരുക്ക ഞാൻ മുറുക്കിയിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന സമയം പ്രതിയുടെ അഭിഭാഷകനോട് പറയേണ്ടതാണ്. പക്ഷേ ഇയാളിൽ നിന്ന് അങ്ങനൊരു സഹകരണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ അയാൾ വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ കാത്തിരിക്കാനേ നമുക്ക് മാർഗമുള്ളൂ. നമുക്ക് കോടതിയിലേക്ക് പോകാം.
പ്രീതി, പ്രീതി. ഈ അടി കൂടിയാവുമ്പോ സത്യഭാമ വീഴും വസുമതി കുഞ്ഞമ്മേ. പിന്നൊരിക്കലും അവർക്ക് എഴുന്നേക്കാൻ പറ്റില്ല. ഇങ്ങോട്ടിരിക്കും പ്രീതി. പ്രീതിക്കെന്തോ പരാതിയുണ്ടെന്ന് പറഞ്ഞു വസുമതി കുഞ്ഞമ്മ. ഉണ്ട് സർ. പരാതി നൽകിയ ഞാനത് പ്രൊസീഡ് ചെയ്യും. പോലീസ് നടപടിയാവുമ്പോ പ്രീതിക്ക് മേൽ കണ്ണീര് സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. ആ സമയത്ത് പിന്മാറില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാണ് സർ. പരാതി ആർക്കെതിരെയാണെന്ന് വ്യക്തമായിട്ട് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് സർ. ശരി, എന്നാ പരാതി റൈറ്റർക്ക് കൊടുത്തേക്ക്. ശരി സർ. ആരെ വിളിച്ചേട്ടാ? എന്തോ പ്രശ്നം പറഞ്ഞ് തീർക്കാനാണെന്ന് തോന്നുന്നു. ജയരാമേട്ടാ, നീ സമാധാനപ്പെട്ട് സുശീലേ. ഇവിടെ ഇതിനൊരു പരിഹാരമുള്ളൂ. സത്യാമ്മേ നമസ്കാരം. കയറി വരൂ. വാ വാ. നമസ്കാരം. എന്താ? ഈ നിൽക്കുന്ന എന്റെ മോളാ ദർശന. കൊള്ളാം, വസുമതി ആന്റി പണി നടത്തി. ജയരാമൻ പറയണം, സത്യാമ്മയുടെ വീട്ടില് അങ്ങനെ പലരും വന്നും പോയെന്നൊക്കെ ഇരിക്കും. ബെസ്റ്റ് ബെസ്റ്റ്. വേണ്ട, കല്യാണം ഉറപ്പിച്ചു വെച്ച പയ്യന് തന്നെ അങ്ങ് കെട്ടിച്ചു കൊടുക്കുക. ഇപ്പൊ വയറ്റിക്ക് ഒരുത്ത സാധനം ഉണ്ടല്ലോ, അതും ബുമ്മെന്ന് പൊട്ടിച്ചളയാൻ പറ്റുന്നൊരു റെസിപ്പി ഉണ്ട് സത്യാമ്മയുടെ കയ്യില്. അതൊരിനം സേമിയ പായസ. സഹദേവ, എന്താ സത്യാമ്മേ,
സേമിയ പായസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ഇളക്കം. എന്താ ഈ സത്യാമയ സേമിയ പായസമായിട്ടുള്ളൊരു ബന്ധം? മറ്റു ജോലിയൊന്നുമില്ലാത്ത നാട്ടുകാർ പലതും പറയുന്നത് കേട്ടിട്ട് അതിന്റെ അരികും മൂലം ചെകഞ്ഞെടുത്തോണ്ട് ഈ പടി കേറിയ കാല് ഞാൻ വെട്ടും. പറഞ്ഞത് നാട്ടുകാരല്ല സത്യാമേ, നിങ്ങളുടെ മകള് പ്രീതി. അതും ചുമ്മാ പറഞ്ഞല്ല. ഈ നാട്ടിൽ നീതി നിർവഹണം നടപ്പാക്കേണ്ട പോലീസ് ഓഫീസറോട് രേഖാമൂലം എഴുതി തന്ന പരാതി. അപ്പോ ഞാനത് നടത്തണ്ടായോ രാഘവൻ സാറേ? സഹദേവ, മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള അവസരമല്ലിത്. ഭാമ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ മകള് കള്ളപ്പരാതി തന്നു ചുരുക്കം. രാഘവേട്ട, പരാതിക്കാരി പ്രീതിയാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ നീങ്ങട്ടെ. എനിക്കെന്റെ അഡ്വക്കേറ്റിനോടൊന്ന് സംസാരിക്കണം. അയ്യോ, പിന്നെ അതൊന്നും ഇനി നടക്കത്തില്ല സത്യാമേ. യു ആർ അണ്ടർ അറസ്റ്റ്. അഡ്വക്കേറ്റും ജാമ്യമൊക്കെ പിന്നെ. ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വരണം. സഹദേവൻ പൊളിച്ചു. സഹദേവ, അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെടുന്നതേ ഒരു പ്രതിക്ക് നമ്മുടെ രാജ്യം അനുവദിക്കുന്ന നിയമപരിരക്ഷയാ. ആ പരിരക്ഷ 8 മടക്കി അങ്ങ് വച്ചേക്കണം. ഇനി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സഹദേവനാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മര്യാദയുടെ ഭാഷയാ. ഇനി നിങ്ങൾ ബലം പിടിച്ച എനിക്കും ബലം പ്രയോഗിക്കേണ്ടി വരും. അല്ല, എവരുടെയൊക്കെ മുമ്പിൽ വെച്ചത് വേണോ? സുനിത, തൃക്കൈയിൽ ആ വളയം കണിയിച്ചേക്കണം. അവന്റെ കരുണയ്ക്ക് വേണ്ടി കാൽക്കൽ വീണ് മാപ്പിരക്കേണ്ടി വരും നിനക്ക്. ശരി, നമുക്ക് നോക്കാം. ഇപ്പോ തൽക്കാലം നടക്ക്. ഇവരെ കൊണ്ടുവാ. ജബ്ബാറെ, മോൾക്ക് ഫുൾ A+ അല്ലേ? അതേ സത്യമേ. ഹരികൃഷ്ണ, മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയോ? ആയി സത്യാമേ. മോന്റെ അഡ്മിഷന്റെ കാര്യമൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനില്ലെങ്കിലും വിഷ്ണുവിനെ കണ്ടാ മതി. ശരി, നടക്കണം സത്യാമേ. ഒടുവിൽ കീഴടങ്ങേണ്ടി വന്നു. കീഴടങ്ങാൻ സത്യഭാമ ഇതുവരെ പോരിന് ഇറങ്ങിയിട്ടില്ല വസുമതി. അംഗം കുറിച്ചതും ചതിവാളിലൂടെ ആളെ വീഴ്ത്തിയതും നീ. ഈ സത്യഭാമ ആയുധം എടുക്കാൻ പോകുന്നതേയുള്ളൂ. അപ്പോഴേ നീ ശരിക്കുള്ള യുദ്ധം എന്താണെന്ന് അറിയൂ. അമ്മയെ കണ്ട് പഠിക്കണ്ട നീ. ആയുസത്തിയാവില്ല നിന്റെ മരണം.
ഇങ്ങോട്ട് മാറിക്കാൻ. നീ ഇങ്ങോട്ട് മാറിയിരിക്കുന്നോ അതോ ഞാൻ അകത്തോട്ട് വരണോ? വിഷ്ണു, നിങ്ങൾ അറസ്റ്റ് ചെയ്തവരെ ഇവൻ അറിഞ്ഞാ എന്നെ അങ്ങ് ഷേവ് ചെയ്ത് കളയെന്നല്ലേ പറഞ്ഞത്? ഓ, ഞാനിനിയിപ്പോ എന്താണാവോ ചെയ്യേണ്ടത്? കരുണയ്ക്ക് വേണ്ടി കാല് പിടിച്ച് കെഞ്ചി വെക്കട്ടെ? ഞാൻ ആദ്യം തൂക്കിയത് ഇവനെയാ. വീടാക്രമിച്ച് വസുമതി കുഞ്ഞമ്മയെ കൊല്ലാൻ ശ്രമിച്ച കേസിന് സ്വന്തം വീട്ടു നടന്ന് മകനെ തൂക്കിയെടുത്തത് നാട് ഭരിക്കുന്ന സത്യഭാമ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ അത് വലിയ നാണക്കേട് തന്നെയാണ്. അരുമയായ മകൻ അറസ്റ്റിലായ വിവരം അറിഞ്ഞ സ്ട്രോക്ക് അഭിനയിച്ച് കിടക്കുന്ന നിങ്ങള് ഹൃദയം പൊട്ടിച്ചാവൂന്ന് പേടിച്ചാണത്രേ ഈ വിവരം നിങ്ങളീന്ന് മറച്ചു വെച്ചത്. എനിക്കിവിടെ ഒളിക്കാനും മറയ്ക്കാനോ ഒന്നുമില്ല. നിങ്ങളുടെ ഹൃദയം പൊട്ടുന്നെങ്കിൽ അങ്ങ് പൊട്ടട്ടെ എന്ന് ഈ ബലൂണൊക്കെ പൊട്ടുന്ന പോലെ ഭൂം. എന്താടാ നീ ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെ വലിയ പിഴ കൊടുക്കേണ്ടി വരും. ഇവിടെ വെച്ചല്ല, സ്റ്റേഷന് പുറത്തു വെച്ച്. അപ്പൊ വിഷ്ണുവിന് നിന്നോടൊരിറ്റ് കരുണ തോന്നാൻ നീ ഇപ്പൊ മുതൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ സഹദേവ. അതിന് നീ ഇനി പുറം ലോകം കണ്ടിട്ട് വേണ്ടടാ. വസുമതി കുഞ്ഞമ്മയുടെ വീട് ആക്രമിച്ചതും കൊല്ലാൻ ശ്രമിച്ചതും മാത്രമല്ല നിന്റെ പേരിലുള്ള കുറ്റം. ആ നിൽക്കുന്ന പെൺകുട്ടിയുണ്ടല്ലോ, നീ അവളെ കേറി പിടിച്ചെന്നൊരു കേസുണ്ടാക്കൂടാ. പൊല്ല് പിടിച്ച് പൊട്ടിക്കാറായിട്ടില്ലടാ. കേസുകൾ വരിവരിയായിട്ട് പിന്നാലെ വരുന്നുണ്ട്. യൂണിഫോമിലുള്ള പോലീസ് ഓഫീസറെ ആക്രമിച്ചതടക്കം. എന്തൊക്കെയാ ചെയ്തു വച്ചിരിക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരാടി? ശാലിനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടം മുഴുവൻ എനിക്ക് നഷ്ടമായതിനേക്കാൾ എന്ത് വലിയ നഷ്ടം നിനക്കുണ്ടായത്? നഷ്ടം ആപേക്ഷികമാണ് അർജുനേട്ടാ. ഒരു കുഞ്ഞിനെ നഷ്ടമാകുമ്പോ ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്നതിനേക്കാൾ വലിയ വേദനയൊന്നും മറ്റാർക്കും ഉണ്ടാവില്ല. വല്ലപ്പോഴും അമ്മ വയറിൽ വന്ന് തലോടി കിന്നാരം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അച്ഛന്റെ ബാധ്യത. ഒരു കുഞ്ഞു ഗർഭത്തിൽ ഉരുവാകുമ്പോ മുതൽ അമ്മ ചുമന്ന് നടക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കൂടിയ. ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ ചേർത്ത് വെച്ച ഞാൻ ഇനിയുള്ള എന്റെ ജീവിതം നെയ്തു വച്ചിരുന്നത്. അതെല്ലാം പൊട്ടി തകർന്നില്ലേ? ഇനി എനിക്ക് മുന്നേ ജീവിതം ഇല്ല. യു ആർ മെന്റലി സിക്ക്. ശാന്തമായി കുറച്ച് സമയം ഇരുന്ന് ആലോചിച്ച നിനക്ക് തന്നെ എല്ലാം ബോധ്യമായിക്കോളൂ. നോക്ക്, നമുക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടാം. എന്ന് വെച്ചാ എനിക്ക് ഭ്രാന്താണെന്നോ? പ്രീതി, ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. എന്നെ കേട്ടോ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. എന്റെ വയറ്റിലെ കുഞ്ഞിന്റെ ചോര കുടിച്ച യക്ഷിയുടെ അന്ത്യം കണ്ടിട്ടേ അതടങ്ങൂ. പ്രീതി, നിങ്ങളിപ്പോ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. പ്രീതി പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. ശാലിനി, തൃപ്തിയായല്ലോ നിനക്ക്? സത്യമേ,
നന്നായിരിക്കുന്നു വയനാട്ടിലെ കാപ്പിത്തോട്ടം. സത്യം മാം. മിണ്ടരുത് നീ, മിണ്ടരുത്. പോയെന്റെ മുമ്പിൽ നിന്ന്. ദേ, സംസാരിക്കാൻ നിനക്ക് ഒരു അവകാശമില്ല. പ്രീതി, പോലീസ്. മാം, സഹദേവ, റോസി അവളുടെ അപ്പന്റെ ആണ്ട് കുർബാന കൂടാൻ പള്ളി പോയിരിക്കുവാ. ഇനി നമുക്ക് സംസാരിക്കാം. യെസ് മാം. അല്ല, എന്താ മാം പ്രശ്നം? പ്രശ്നം ഉണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാനാ പോലീസ്. സഹദേവന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മാം, പൂർണ്ണമായിട്ട് അങ്ങോട്ട് സർ. പൊട്ടം കളിക്കാതെ സഹദേവ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഒരേ വീട്ടിൽ നിന്ന് രണ്ടുപേരെ 2 കേസുകളിലായി സഹദേവൻ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടു. അതും വിത്തിൻ 24 hours. ഒരു പ്രതികാര ബുദ്ധി പോലെ. എന്റെ പ്രതികാര ബുദ്ധിയൊന്നും അല്ല മാം. അവരെ കുറിച്ച് വ്യക്തമായ പരാതി കിട്ടിയോണ്ട് തന്നെയാണ്. ശരി, എങ്കിൽ പ്രതികളെ ഹാജരാക്ക്. ഒപ്പം പരാതി നൽകിയവരും ഉണ്ടാവണം. അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട് മാഡം. ശരി, എങ്കിൽ വേഗം ആയിക്കോട്ടെ. അവരെ വിളിച്ചേ. സഹദേവ് മുമ്പ് ഈ സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലേ? യെസ് മാം, എസ് ആയിട്ട്. പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയാണ് ഹരിപ്പാടേക്ക് പോയത്. സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പുത്തരി അല്ലല്ലോ മാഡം. മുതലാളിമാരെ പണം ചോദിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യലല്ല സഹദേവ സത്യസന്ധമായ ജോലി. ഇതെന്താ സഹദേവ, സ്റ്റേഷനിലും കൈവിലങ്ങോ? ഇത്തരം മനോഹരമായ ആചാരങ്ങളൊക്കെ ഇപ്പോഴും കേരള പോലീസിലുണ്ടോ? മാം, ഇവനൽപ്പം അപകടകാരിയാണ്. ഒരു സെല്ല് 9 തോക്കും 18 പോലീസുകാരും ചുറ്റുമുള്ളപ്പോഴോ യൂണിഫോം ഊരി വെച്ച് ക്ഷൗരം ചെയ്യാൻ പോണം മിസ്റ്റർ. അഴിച്ചു മാറ്റടോ വിലങ്ങ്. അഴിച്ചു മാറ്റടോ. കള്ളക്കേസ് എടുത്തതിന് നിങ്ങൾക്കും പണിഷ്മെന്റ് കിട്ടാം. അയ്യോ മാഡം, ഞാൻ അല്ലെങ്കിലും വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല മാം. വിഷ്ണുവിനെ ജാമ്യത്തിൽ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഞാനിവിടെ എത്തിച്ചതാണ്. എന്നിട്ട് ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ മുന്നിൽ വെച്ച് തന്നെ എന്റെ അമ്മ അത് വാങ്ങിച്ച് കീറിക്കളഞ്ഞു. സഹദേവ, നിങ്ങളോട് ക്ഷൗരം ചെയ്യാൻ പോവാൻ ഞാൻ നേരത്തെ പറഞ്ഞത് പിൻവലിച്ചു. ആ ജോലിയാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണം. പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് കോടതിയോടുള്ള അനാദരം. ഫുൾ യൂണിഫോമിൽ നിങ്ങളത് കണ്ടുനിന്നു. തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്തത്? ഇതിനുള്ള മെഡലേ ഞാൻ ഓഫീസിലെത്തിയിട്ട് അയച്ചിരുന്നുണ്ട്. റിലീസ് ചെയ്യും. വിഷ്ണുവിനെ ഇപ്പൊ തന്നെ വിട്ടയക്കണം. അത് മാഡം,
എല്ലാം അങ്ങനെ പറഞ്ഞു തീർത്ത് കൈകൊടുത്ത് പിരിയാൻ വരട്ടെ മാഡം. എന്റെ കുഞ്ഞിനെ പായസത്തിൽ വിഷം ചേർത്ത് കൊന്ന കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാഡം. ഇവിടെയുള്ള ചിലർ മാമിന്റെ സുഹൃത്തുക്കളായിരിക്കും എന്ന് കരുതി കുറ്റം കുറ്റമല്ലാതാവില്ല മാം. മാം ഈ കേസിൽ നടപടി എടുത്തില്ലെങ്കിൽ ഇതിനും മുകളിലുണ്ട് പോലീസ് ഓഫീസർമാര്. വിടില്ല ഞാൻ എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തവരെ. അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ അവസാന ശ്വാസം വരെ പോരാടി ഞാൻ. സഹദേവ, യെസ് മാഡം. സത്യഭാമയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ? ഇല്ല മാഡം. എങ്കിൽ അത് രേഖയാക്കി കോടതിയിൽ ഹാജരാക്കണം. ഒരു നിമിഷം. പ്രീതിയുടെയും അർജുനേട്ടന്റെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനിടെയാ വിഷം ചേർന്ന പായസം പ്രീതിയുടെ ഉള്ളിൽ ചെന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇവിടെ ഇപ്പൊ ഉണ്ട്. എന്റെ കൂട്ടുകാരിയുടെ മകളാ അവള്. ആ കേട്ടോ സുസ്മിതേ, ഞങ്ങൾ ആ പായസത്തിൽ വിഷം കലർത്തിയ കേസില്ലേ, അതിനെപ്പറ്റി സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അതിന് ഞാനെന്തിനാ? പ്രത്യേകിച്ചൊന്നുമില്ല, സുസ്മിത കൂടി ഉൾപ്പെട്ട സംഭവം ആയതുകൊണ്ട് ഒന്ന് വിളിപ്പിച്ചെന്നേ ഉള്ളൂ. നന്നായി വിയർക്കുന്നുണ്ടല്ലോ സുസ്മിത. അത് നല്ല ചൂടല്ലേ? പോലീസിനെ പേടിയുണ്ടോ സുസ്മിതയ്ക്ക്? ഞാനെന്തിനാ പേടിക്കുന്ന മാം? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ശാലിനി പറഞ്ഞോളൂ, ആരാണ് കുറ്റവാളി? പ്രീതിക്കുള്ള സേമിയ പായസത്തിൽ വിഷം ചേർത്തയാൾ. ഒരു പിഞ്ചു കുഞ്ഞ് പിറവിയെടുക്കും മുമ്പേ അരിഞ്ഞു തള്ളിയാൾ. കൂൾ ബ്ലഡഡ് മർഡറർ. ഇക്കൂട്ടത്തിൽ തന്നെയുണ്ട് മാം ആള്. ദൈവമേ, ഇവൾ എന്നെ കാട്ടിക്കൊടുക്കോ? ശരി, അതാരാണെന്ന് പറയൂ. അത് പറയാൻ സമയമായിട്ടില്ല മാം. എന്റെ പ്രീതിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ ആളെ എനിക്കങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. എല്ലാ തെളിവുകളോടും കൂടിയായിരിക്കും ഞാൻ ആളെ മാഡത്തിന് കൈമാറുന്നത്. എന്ത് തെളിവുകളാണ് ശാലിനിയുടെ കയ്യിലുള്ളത്? പായസത്തിൽ ചേർത്ത വിഷം, അത് കൊണ്ടുവന്ന കവറിലെ ഫിംഗർ പ്രിന്റ്സ് അടക്കമുള്ള ഫോറൻസിക് തെളിവുകൾ. ശരി, എത്രയും പെട്ടെന്ന് അത് പോലീസിന് കൈമാറും. പക്ഷേ ഇയാളെ പോലെ ഒരു പോലീസ് ഓഫീസറിന്റെ കയ്യിൽ ആ തെളിവുകൾ ഏൽപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മാഡം. സഹദേവന്റെ അല്ല, എന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാവും ഈ കേസിന്റെ അന്വേഷണം. ഇത് ശാലിനിക്ക് ഞാൻ തരുന്ന വാക്കാ. മാം, ഒന്നുകൂടിയുണ്ട്. സത്യാമ്മയെ വിട്ടയക്കണം. പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥ കുറ്റവാളിയായിരിക്കണം. ശരി, സത്യാമ്മയെ വിട്ടയച്ചേക്ക്. അറസ്റ്റ് വേണ്ട. ശരി മാഡം. ശാലിനിയോടുള്ള വിശ്വാസത്തിലാണ് ഞാനത് ചെയ്യുന്നത്. വാക്കാണെന്ന് പ്രീതി വിഷമിക്കണ്ട.
എന്താ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞതൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഭാമേ, നീ എന്തേ ആലോചിച്ചു കൂട്ടുന്നത്? സത്യഭാമ എന്തൊരു വലിയ വിഡ്ഢിയാണെന്ന് ആലോചിക്കായിരുന്നു രാഘവേട്ട. അതിപ്പോഴാണോ നിങ്ങക്ക് മനസ്സിലാവുന്നത്? പാമ്പിന് ഞാൻ പാല് കൊടുത്ത് വളർത്തിയത്. അതെന്റെ മകളുടെ വയറ്റത്ത് തന്നെ കൊത്തുമെന്നും നമ്മുടെ പരമ്പരയെ തന്നെ മുടിക്കുമെന്നും ഞാൻ കരുതിയില്ല. എന്നെ കണ്ടുപിടിച്ചോ? ഭാമേ, നീ ആരുടെ കാര്യം പറയുന്നേ? ഇവളുടെ കാര്യം തന്നെയാ. ഇവര് മണ്ടിയല്ല, മരമണ്ടിയാ. എന്നെ അമ്മ എന്തൊക്കെയാ പറയുന്നേ? മതിയടാ, ഇനി നീ നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ നോക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. എന്റെ അമ്മ ശാലിനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് വേണ്ടിട്ടാ, അമ്മയെ രക്ഷിക്കാൻ വേണ്ടിട്ട്. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം എന്നീന്ന് മറച്ചു വെച്ചതും അതിനു വേണ്ടിയിട്ടായിരിക്കും അല്ലേ? എടാ, ഒരു 100 വട്ടം ഞാൻ ചോദിച്ചു വിഷ്ണു എവിടെയെന്ന്. അപ്പോഴെല്ലാം സമർത്ഥമായ നുണകൾ കൊണ്ട് എന്റെ കണ്ണ് കെട്ടുകയായിരുന്നു ഇവള്. അറസ്റ്റ് വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ സത്യഭാമയുടെ മകൻ ഒരു നിമിഷം പോലും ലോക്കപ്പിൽ ഉറങ്ങേണ്ടി വരില്ലായിരുന്നു. ചെളി വന്ന് വീണതേ ഈ സത്യഭാമയുടെ മുഖത്താ, സത്യഭാമയുടെ മുഖത്ത്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടായിരുന്നു അമ്മേ. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ചെയ്തത് ഞാനാ.